ഇന്നത്തെ RCB കൊൽക്കത്ത മാച്ചിൽ നാടകീയ സംഭവങ്ങളാണ് നടന്നിട്ടുണ്ടായിരുന്നത്. വിരാട് കോഹ്ലി അമ്പയറുമായിട്ട് ചൂടായി. കോഹ്ലിയുടെ ഔട്ട് ഇപ്പോൾ വിവാദമായിരിക്കുകയാണ്. ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഒരുപക്ഷെ കോഹ്ലി ഇന്ന് ഔട്ടായിട്ടുണ്ടായിരുന്നില്ലെങ്കിൽ RCB കളി ജയിച്ചേനെ. ഒരു റൺസിനാണ് RCB കളി തോറ്റത്. വിജയിച്ച മത്സരമാണ് RCB ലാസ്റ്റ് ഓവറിൽ കൊണ്ടുപോയി കളഞ്ഞത്. കരൺ ശർമ്മ 3 പടുകൂടി 6 ആണ് പായിച്ചത്. ഇതോടുകൂടി കളി ജയിച്ചെന്ന് എല്ലാവരും ഉറപ്പിച്ചു. വെറും 2 ബോളിൽ 3 റൺസ് മാത്രമേ ആവശ്യമുണ്ടായിരുന്നുള്ളൂ. എന്നിട്ടും RCB കളി തോറ്റു. കരൺ ശർമ്മ ഔട്ടായതാണ് പണിയായത്. ഇന്നത്തെ മാച്ചിലാണ് ആ സംഭവം നടന്നത്. കോഹ്ലി മികച്ച രീതിയിൽ കളിച്ചു വരികയായിരുന്നു. എന്നാൽ 2ാം ഓവറിൽ കോഹ്ലി ഔട്ടായി. നിതീഷ് റാണറിന്റെ ബോളിലാണ് കോഹ്ലി ഔട്ടായത്. എന്നാൽ കോഹ്ലിക്ക് അത് നോ ബോളാണെന്ന് സംശയമുണ്ടായിരുന്നു. അതുകൊണ്ട് കോഹ്ലി റിവ്യൂ വിളിച്ചു. തേർഡ് അമ്പയർ അത് പരിശോധിച്ചു. ബോൾ താരത്തിന്റെ അരയ്ക്ക് മീതെയാണ് പോയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് നോ ബോളാണെന്ന് എല്ലാവരും കരുതി. എന്നാൽ വിധി വന്നപ്പോൾ തേർഡ് അമ്പയർ അത് ഔട്ടാണ് കൊടുത്തത്. ഇത് കണ്ട ശേഷം കോഹ്ലി അമ്പയറുമായിട്ട് ചൂടായി. എന്തുകൊണ്ടാണ് അത് ഔട്ട് കൊടുത്തത്? നോ ബോളാണെന്ന് TV സ്ക്രീനിൽ വ്യക്തമായിട്ട് കാണാൻ സാധിച്ചിരുന്നു. എന്നാൽ തേർഡ് അമ്പയർ പറഞ്ഞത് കോഹ്ലി ക്രീസിന് വെളിയിലായിരുന്നു, അതുകൊണ്ടാണ് അത് നോ ബോൾ കൊടുക്കാഞ്ഞതെന്നാണ്. പക്ഷേ കോഹ്ലിക്ക് അത് ദഹിച്ചില്ല. കോഹ്ലി അമ്പയറുമായിട്ട് ചൂടായി. ശേഷം ഒടുവിൽ കോഹ്ലി കളം വിട്ടു. കോഹ്ലി ചൂടായിട്ട് പോകുന്നത് കണ്ട് ഗൗതം ഗംഭീറും അവിടെ ഡഗ്ഔട്ടിലിരുന്ന് എന്തോ പറയുന്നുണ്ടായിരുന്നു. കോഹ്ലിയോട് ശാന്തമാകാനാണ് ഗംഭീർ ആവശ്യപ്പെട്ടത്. ശരിക്കും അത് നോക്കിയാൽ നോ ബോളാണെന്ന് വ്യക്തമാണ്. പക്ഷേ കോഹ്ലി ക്രീസിലുണ്ടായിരുന്നില്ല. RCBക്ക് ഭാഗ്യമില്ലെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കോഹ്ലി മികച്ച രീതിയിലാണ് കളിച്ചു വന്നത്. കോഹ്ലി അവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ ഉറപ്പായിട്ടും ഇന്ന് RCB കളി ജയിച്ചേനെ. അപ്പോൾ ഇന്നത്തെ കോഹ്ലിയുടെ ഔട്ടാണോ? ഇതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.